ഹലോ കൂട്ടുകാരെ, മാഷ ദ ബിയർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ മാഷയെയും ബിയറിനെയും. അപ്പോൾ ഇന്ന് മാഷിൻ്റെയും ബിയറിൻ്റെയും ഒരു കുട്ടി കഥ കേട്ടോ ഞാൻ പറയുന്നത്. മാഷയും ബിയറും നല്ല ഫ്രണ്ട്സായിരുന്നു, ഒത്ത ചെങ്ങായിമാരാണ്. മാഷ എവിടെ പോകുകയാണെങ്കിലും മാഷിൻ്റെ കൂടെ എപ്പോഴും ബിയറും ഉണ്ടാവും. ഒരു കൊച്ചു കാട്ടിലാണ് മാഷയും ബിയറും താമസിച്ചിരുന്നത്. അവർ ഒരുമിച്ച് കളിക്കും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. മാഷയ്ക്ക് എന്തെങ്കിലും സങ്കടം വന്നാൽ അപ്പോൾ തന്നെ ബിയർ അത് ഓടി വരികയും ചെയ്യും. ബിയറിന് ഒരുപാട് ഇഷ്ടമാണ് മാഷയെ. തിരിച്ച് മാഷയ്ക്കും അത് അങ്ങനെ തന്നെയാണ്. ഒരിക്കൽ മാഷ ബിയറിനെ കൂട്ടാതെ ഒരു കൊച്ചു സ്ട്രോബെറി തോട്ടത്തിൽ പോയി സ്ട്രോബെറി കഴിക്കാൻ ഇരുന്നു. മാഷയ്ക്ക് പണ്ട് മുതലേ സ്ട്രോബെറി എല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കണ്ടതും അവൾക്ക് കണ്ണിൽ ഒരു കുളിർമയായി. അവൾ ആ സ്ട്രോബെറി എല്ലാം കഴിച്ചു തുടങ്ങി. ഒരുപാട് കഴിച്ചപ്പോഴേക്കും മാഷ വല്ലാണ്ട് ക്ഷീണിച്ചു പോയി. പക്ഷേ ഇതൊന്നും ബിയർ അറിയുന്നതേയില്ല. ബിയർ അവളെ തിരഞ്ഞ് ഒരുപാട് അലഞ്ഞു. പക്ഷെ എവിടെയും മാഷയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ബിയർ ആകെ വിഷമത്തിലായി. കുറച്ച് സ്ട്രോബെറി മാഷ പൊതിഞ്ഞും എടുത്തിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് നമ്മളെ ബിയറിൻ്റെ ബർത്ത്ഡേ വന്നത്. മാഷ വിചാരിച്ചു ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാമെന്ന്. അങ്ങനെ മാഷ കാട്ടിൽ പോയി അവളെ കുറേ ഫ്രണ്ട്സിനെയും കൂട്ടി ബിയറിനുള്ള കുറച്ച് ഗിഫ്റ്റും ബലൂണും കേക്കും എല്ലാമായി കൂട്ടുകാരുമൊത്ത് ബിയറിൻ്റെ വീട്ടിലെത്തി. ബിയറാണെങ്കിൽ അത് കണ്ടതും ആകെ നെട്ടി തരിച്ചു പോയി. ബിയറിന് ഇങ്ങനെയുള്ള സർപ്രൈസ് ഒന്നും കൊടുക്കാൻ വേറെ ആരും ഇല്ലായിരുന്നു. ബിയർ ഇതെല്ലാം കണ്ടപ്പോൾ വളരെ സന്തോഷിച്ചു. മാഷ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു കേക്കും എടുത്ത് അതിൽ ഒരുപാട് മെഴുകുതിരിയും കത്തിച്ച് ബിയറിൻ്റെ മുന്നിലേക്ക് എത്തുന്നു. അവരുടെ സ്നേഹത്തിൻ്റെ ഒരു സൂചനയാണ് ഇതെല്ലാം. മാഷ വളരെ സന്തോഷത്തോടെ അത് ബിയറിന് നേരെ നീട്ടി. ബിയർ അത് കട്ട് ചെയ്യുകയും ചെയ്തു. പിന്നീട് അവർ രണ്ടുപേരും പുൽമേട്ടിലും അതുമാതിരി പാടത്തും എല്ലാം കളിച്ചു നടക്കാൻ തുടങ്ങി. പൂമ്പാറ്റയെ പിടിച്ചും തേൻ കഴിച്ചും അങ്ങനെ അവർ രണ്ടുപേരും ബിയറിൻ്റെ ബർത്ത്ഡേ അടിപൊളിയാക്കി കഴിച്ചു. ബിയർ അവൾക്ക് വേണ്ടിയിട്ട് അവളുടെ ഇഷ്ട ഭക്ഷണവും ഉണ്ടാക്കാൻ തുടങ്ങി. ഒപ്പം മാഷയും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുകയും അത് കഴിക്കുകയും എല്ലാം ചെയ്തു. അപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന മറ്റു ഫ്രണ്ട്സ് എല്ലാം പോയിരുന്നു. മാഷയ്ക്ക് ഭക്ഷണം കിട്ടിയതും വളരെ സന്തോഷമായി. കൂടെ നമ്മുടെ ടോം ആൻഡ് ജെറിയും ഉണ്ടായിരുന്നു. അങ്ങനെ മാഷയും ബിയറും ടോമും ജെറിയും എല്ലാവരും കൂടി ബിയറിൻ്റെ ബർത്ത്ഡേ അടിപൊളി കളറാക്കി കഴിച്ചു. അവരങ്ങനെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളും സന്തോഷവും കളിയും ചിരിയും എല്ലാം ആയി അന്നേ ദിവസം അങ്ങനെ കഴിച്ചു നീക്കി. ബിയർ പിറ്റേ ദിവസം തന്നെ കുറച്ച് പായസം എടുത്ത് മാഷയുടെ അടുത്തെത്തി. അത് അവൾക്ക് കൊടുത്തു. പായസം എന്ന് വെച്ചാൽ മാഷയ്ക്ക് അത്രയ്ക്കും ജീവനായിരുന്നു. അവൾ വളരെ സന്തോഷത്തോടെ ആ പായസം കുടിച്ചു.